കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 30, 31, 32 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 30, 31, 32 വാക്യങ്ങൾ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ആരുടെ മുൻപിലാണ് ഇരിക്കുന്നതെന്നും ആർക്ക് കൊടുക്കാനാണ് വന്നിരിക്കുന്നതെന്നും ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ, തീയുടെ മുൻപിൽ മോശ കാലിലെ ചെരിപ്പൂരി എറിഞ്ഞ് നിന്നതുപോലെ ദൈവശബ്ദത്തിന് ഇന്ന് രാവിലെ സമയം കാതോർക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. ഈ ശുശ്രൂഷ ഉപസംഹരിക്കുന്നതിന് മുൻപ് ആഴമായ ദൈവകരുതലിന് അനുഭവിച്ചുകൊണ്ട് എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിധി മാറത്തക്ക വിധം അനുതാപത്തിൻ്റെ കണ്ണുനീരിനാൽ എൻ്റെ കവിൾത്തടം നനയാൻ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ജീവന്റെ വചനം ആത്മാവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾക്ക് മുറിച്ച് വിളമ്പിത്തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഏകാഗ്രതയോടെ ഇന്ന് പകൽ ശ്രദ്ധിക്കുക. ഞാനിവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നാം പറയും, നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറി യാഗമാണ്. വചനം ജഡമെടുത്ത ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിലൂടെ അല്ലാതെ രക്ഷയിൽ വന്നിട്ടുള്ള ആരും ഇതിനകത്തില്ല. ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും രക്ഷയിൽ വന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ബലിമരണത്തിലൂടെയാണ്. എന്നാൽ കഴിഞ്ഞ 20 വർഷം, കഴിഞ്ഞ 25 വർഷം, കഴിഞ്ഞ 50 വർഷം, 30 വർഷമൊക്കെ രക്ഷയിൽ നിലനിന്ന ദൈവമക്കളല്ലേ ഇവിടെ ഇരിക്കുന്നത്? നമ്മെ നിലനിർത്തിയ ഘടകം ഏതാണ്? നമ്മെ നിലനിർത്തിയ ഘടകം ഏതാണ്? ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ പുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചേ. സ്തോത്രം. ഇന്ന് പകൽ പറയണം, എന്നെ നിലനിർത്തിയത് ഈ ജീവന്റെ വചനമാണ്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്തു. അങ്ങനെയാണെങ്കിൽ വചനത്തിൻ്റെ മജ്ഞയും മാംസവും മേധസ്സും പൂണ്ട രൂപമാണ് ക്രിസ്തു. വചനത്തിൻ്റെ അച്ചടി മഷി പുരണ്ട രൂപമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനം. ഓർക്കുക, നാം ഇന്ന് പകൽ ഉറയ്ക്കേണ്ടത്, ശ്രദ്ധിച്ച് കേൾക്കണേ, അനുഭവത്തിലല്ല. നാം ഇന്ന് പകൽ ഉറയ്ക്കേണ്ടത് വചനത്തിലാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നാം ഇന്ന് പകൽ ഉറയ്ക്കേണ്ടത് അനുഭവത്തിലല്ല. നാം ഇന്ന് പകൽ ഉറയ്ക്കേണ്ടത് ജീവന്റെ വചനത്തിലാണ്. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്താൻ കഴിവുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. ബാങ്ക് മാനേജരായ ഒരു മനുഷ്യനെ അറിയും. നടന്ന സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ മാനസികവും ആരോഗ്യകരവുമായ സ്ഥിതി സുഖകരമായിരുന്നു. പെട്ടെന്നൊരു ദിവസം തൻ്റെ ഭാര്യയ്ക്ക് ഒരു അസ്വസ്ഥതയുണ്ടായി. അസ്വസ്ഥതയിൽ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളുടെ റിപ്പോർട്ട് വന്നു. ക്യാൻസർ രോഗം. ക്യാൻസർ രോഗം 3-ാം തലം കഴിഞ്ഞിരിക്കുന്നു. കീമോതെറാപ്പിയും റേഡിയേഷനും ആരംഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയോടുള്ള ആത്മാർത്ഥതയിൽ മരണത്തെ മുഖാമുഖം കണ്ട ഈ മനുഷ്യൻ സത്യത്തിൽ സമനില തകർന്നു പോയി. സമനില തകർന്ന ഇദ്ദേഹം ബാങ്കിലെത്തുമ്പോൾ ഒപ്പിടേണ്ടാത്ത ഇടത്തൊക്കെ കയറി ഒപ്പിടും.
ഒപ്പിടേണ്ട ഇടത്ത് ഒപ്പിടില്ല. ആകപ്പാടെ കാര്യം കുഴഞ്ഞു മറിയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന അറ്റൻഡറായ ഒരു രാജു ബ്രദർ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സാറേ, ഞങ്ങളുടെ അടുക്കൽ ഇന്നൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. നിങ്ങൾ ഭാര്യയുമായിട്ട് യോഗത്തിന് വാ, ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവ് അവളെ സൗഖ്യമാക്കും. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളാ ഈ ബാങ്ക് മാനേജർ. ഹൈന്ദവ തറവാട്ടിൽ ജനിച്ചു വളർന്ന കുടുംബവക കുളവും നായർ ക്രമീകരണങ്ങളുമുള്ള ആ തറവാട്ടിലെ ആ പ്രബലനായ മനുഷ്യൻ അന്ന് വൈകിട്ട് ഇനി ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പം തട്ടിപ്പും പരീക്ഷിച്ച് നോക്കാൻ ആരും തയ്യാറാകുമല്ലോ. തട്ടിപ്പായാലും വേണ്ടുകയില്ല, വൈകിട്ടത്തെ പ്രാർത്ഥനാക്കൂട്ടം പരീക്ഷിച്ച് നോക്കാമെന്ന് നിങ്ങളുടെ വൈകിട്ട് യോഗത്തിന് ചെന്നു. ഈ പെന്തക്കോസ്തിൻ്റെ ശബ്ദകോലാഹലങ്ങളൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത മട്ടിൽ ഏറ്റവും പുറകിലത്തെ ഭാഗത്തെ തലയൊക്കെ കുനിച്ച് ഇവരിയ്ക്കുമ്പോൾ വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന കർത്തൃദാസൻ തലയിൽ കൈവച്ചൊരു പ്രവചനം, നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗബന്ധനത്തെ അഴിച്ചുമാറ്റാൻ ശക്തി വ്യാപരിക്കുന്നു. എന്തിന്? ഇവൾ ശരീരം ഷിവർ ചെയ്യാൻ തുടങ്ങി. അത്ഭുതകരമായി അവൾ ആ മീറ്റിങ്ങിൽ സൗഖ്യം പ്രാപിച്ചു. ഞാൻ ഈ ആത്മീയ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയാം, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഈ ആത്മീയാരാധന 12:15 എൻ്റെ സന്ദേശത്തിന് അവസാന കുത്തിടും മുൻപ് നിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തെ അഴിച്ചെടുക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കരം ഇതിനകത്ത് ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തിന്? ഈ പ്രിയപ്പെട്ടവർ വിശ്വാസത്തിലായി, ശക്തമായ എതിരുണ്ടായി. ഹൈന്ദവ നായർ തറവാട്ടിൽ അക്രൈസ്തവ പശ്ചാത്തലത്തിൽ കുടുംബവക ക്ഷേത്രം വരെയുള്ള ഒരു കുടുംബം പെന്തക്കോസ്തിലാകുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. കനത്ത എതിരുണ്ടായി. എങ്കിൽ ഇവർ പിടിച്ചു നിന്നു. ഈ സഹോദരി രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ് LKG പഠിക്കുന്ന സമയം ആ കുഞ്ഞിനെ കൊണ്ടുവരുവാൻ വേണ്ടി ഈ അമ്മ വഴിവക്കിൽ കാത്തു നിൽക്കുകയാണ്. സ്കൂൾ ബസ് വന്ന് നിന്നു. ആ കുഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങി വഴി ക്രോസ് ചെയ്യുന്നു. പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു വളവ് തിരിഞ്ഞു വന്ന അംബാസഡർ കാർ ഈ കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ഇടിയേറ്റ് തെറിച്ച് മുകളിലേക്ക് പൊങ്ങി വണ്ടിയുടെ മുൻപിൽ തന്നെ വീണ ആ കുഞ്ഞിന്റെ ദേഹത്ത് കൂടെ പച്ചയ്ക്ക് മാംസം ചിതറിപ്പിച്ചുകൊണ്ട് വണ്ടി കയറി ഇറങ്ങുന്ന കാഴ്ച ഈ പെറ്റതള്ള നോക്കി നിൽക്കുകയാണ്. ഓടി അങ്ങോട്ട് ചെന്ന് ആ ബോഡിയുടെ മുൻപിലേക്ക് മുട്ടുകുത്തി നിന്ന് ശരീരഭാഗങ്ങൾ, ചിതറിയ മാംസഭാഗങ്ങൾ, തലയുൾപ്പെടെ ദേഹത്തോട് അടുപ്പിച്ചു പിടിച്ച് ആ സഹോദരി അലറിക്കരയുകയാണ്. പോസ്റ്റ്മോർട്ടവും ശവമടക്കവും ഒക്കെ വഴിയാൻ വണ്ണം കഴിഞ്ഞു. കുടുംബാംഗങ്ങൾ പറഞ്ഞു, കുലദൈവങ്ങളെ സേവിച്ചവർ വിട്ടുപോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. ചുരുക്കത്തിൽ ഇടയ്ക്കൊരു മന്ത്രവാദിയെ വിളിപ്പിച്ചവർ ലക്ഷണം വെപ്പിച്ചു നോക്കി. ചുരുക്കി അങ്ങ് പറയാം, ഇന്നവർ വിശ്വാസത്തിലില്ല. ഞാൻ എന്തിനാണ് ഈ ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ ഒടുവിലത്തെ സമയം ഇത് പറഞ്ഞത്? അവരെ രക്ഷയിലേക്ക് നയിച്ചത് ഒരനുഭവമല്ലേ? ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കോ ഇവിടെ ഇരിക്കുന്ന വിശ്വാസ സമൂഹത്തിനോ വേദശാസ്ത്രം പഠിച്ചിട്ട് രക്ഷയിൽ വന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? സ്തോത്രം. സോറ്റീരിയോളജി പഠിച്ചിട്ട്, എസ്കറ്റോളജി പഠിച്ചിട്ട്, ന്യൂമറ്റോളജി പഠിച്ചിട്ട് വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഈ സംസാരിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും വേദശാസ്ത്രം പഠിച്ചിട്ട് വിശ്വാസത്തിൽ വന്നവരല്ല, അനുഭവം പ്രാപിച്ചിട്ട് വിശ്വാസത്തിൽ വന്നവരാണ്. എന്നാൽ ഒരു സത്യം തിരിച്ചറിയണം. ഒരനുഭവത്തിലൂടെ സത്യത്തെ പിൻപറ്റിയ നീ മരണം വരെ ആ അനുഭവങ്ങൾ ജീവിതത്തെ പിന്തുടരും എന്ന് വിചാരിക്കരുത്. ഒരനുഭവത്തിലൂടെ സത്യത്തെ പിൻപറ്റിയ നിന്നെ കാത്തിരിക്കുന്നത് അടുത്ത അധ്യായത്തിൽ കൈപ്പേറിയ ചില അനുഭവങ്ങളായിരിക്കും. അനുഭവം മാത്രം പ്രതീക്ഷിച്ചിരുന്നാൽ ആ കയ്പിൽ നീ പഠിച്ച പണി 18 പയറ്റി പഴയ കാട്ടിലേക്ക് തിരിയും. എന്നാൽ അനുഭവത്തിലൂടെ സത്യത്തിലേക്ക് വന്ന നീ അടുത്ത പ്രതികൂലമുണ്ടാകുന്നതിന് മുൻപ് ഈ ജീവന്റെ വചനം മാറോട് അടുക്കിപ്പിടിച്ച് ഇതിൽ ഉറയ്ക്കാനിടയായാൽ ശബ്ദം ഉയർത്തി പറയണം. ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, എൻ്റെ ഊർദ്ധശ്വാസം അവസാനിക്കുന്നത് വരെ ഞാൻ ഈ പിടിച്ച കൃപയിൽ നിൽക്കുമെന്ന് പറയാൻ കഴിയണമെങ്കിൽ അനുഭവത്തിൽ ഉറച്ചാൽ പോരാ, വചനത്തിൽ ഉറയ്ക്കണം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറ, ഇന്ന് പകൽ എൻ്റെ ദൈവമേ നീ എന്നെ വചനത്തിൽ ഉറപ്പിക്കണമേ. കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വസ്തുത ദൈവമക്കളോട് പറയാം.
നമ്മുടെ നടുവിൽ രണ്ട് വിധ ശക്തികൾ വ്യാപരിക്കുന്നു. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും എതിർത്താലും എതിരേറ്റാലും ഉൾക്കൊണ്ടാലും അവഗണിച്ചാലും യാഥാർത്ഥ്യം പറയാം, രണ്ട് വിധ ശക്തികൾ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. നമ്മളൊക്കെ ആത്മീയ ഉണർവുകളുടെ പ്രഭാഷകരാണ് അല്ലേ? നിശ്ചയമായും സാബു പാസ്റ്റർ തൊട്ട് മുൻപ് അനുഗ്രഹീതമായ ആത്മീയ സന്ദേശം പങ്കുവെച്ചു. പെന്തക്കോസ്തിന്റെ 3 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഒരു 3.5 പതിറ്റാണ്ടുകൾ വേദി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എന്ന എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, വൈകാരികതയുടെ പുറകിൽ വ്യാപരിക്കുന്ന ആത്മീയത നമ്മുടെ ബലത്തിന് അനിവാര്യമാണെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന പകൽക്കാലമായി പകൽക്കാലം മാറണം. ശക്തമായ പരിശുദ്ധാത്മ നിയോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പകലാണ്. ദൈവത്തിന്റെ ആത്മാവി വിഷയത്തിന്റെ മറുവശം നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം കൈകാര്യം ചെയ്യുമ്പോൾ തൊട്ടു മുൻപ് ഇവിടെ നടന്ന വിശുദ്ധ മേശയുടെ പശ്ചാത്തലത്തിൽ ഓർപ്പിക്കുന്ന ഒരു കനത്ത വിപിൽ പ്രബോധനം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. തിരിച്ചു പറയാം, നാം നമ്മെ തന്നെ വിധിച്ചില്ലെങ്കിൽ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഓപ്പറേഷൻ വിജയകരമായിരുന്നു, രോഗി ചത്തുപോയി എന്ന് ഒരിക്കൽ ഒരു ഡോക്ടർ പറഞ്ഞതുപോലിരിക്കും. ഇന്ന് പകൽ എഴുന്നേറ്റു പോകുന്നതിന് മുൻപ് ഒരു തുള്ളി കണ്ണുനീർ കവിൾത്തടങ്ങളിൽ ഉയരത്തക്ക വിധം നമ്മെ തന്നെ വിധിക്കാൻ ഇടയായാൽ സ്വർഗം സന്തോഷിക്കുന്ന പകലാണ്, ദൈവപ്രവൃത്തി നടക്കുന്ന പകലാണ്. കർത്താവെ, കരയാൻ കണ്ണുകൾക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? നിങ്ങൾ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, കരയാൻ കണ്ണുകൾക്ക് കൃപ പകരണേ. ദൈവത്തിന് സ്തോത്രം. ധന്യനായ പൗലോസ്ലീഹ ഈ വിഷയം വിശകലനം ചെയ്യുമ്പോൾ അടിസ്ഥാനം ശ്രദ്ധിക്കണം. 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്ര ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്നാ? ചാട്ടയും മുഖപ്പട്ടയും ഉപയോഗിച്ച് ഒരു കുതിരയെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഒരു കുതിരക്കാരൻ പ്രയോഗം നടത്തുന്നത് പോലെ മോഹങ്ങളാൽ ആസക്തി പൂണ്ട് നിത്യതയുടെ ദർശനത്തെ തകർത്ത് കളയത്തക്ക വിധം വാദിക്കുന്ന വികാരങ്ങളെ മുഴുവൻ ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അടിച്ചമർത്തുകയാണ്. അല്ലെങ്കിൽ എനിക്ക് നിത്യത കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ നിത്യത കൈവിട്ട് കളഞ്ഞാൽ അതുപോലെ കഷ്ടം മറ്റൊന്നായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ ശരീരത്തിന്റെ വികാരങ്ങളെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഇനിയും 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നല്ലോ അവർ കുടിച്ചത്. സ്തോത്രം. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്തോത്രം, മിക്ക പേര് എത്ര പേരുണ്ട്? ഹലോ, സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്ക് ഒരു ഏകാഗ്രതയില്ലേ? അതുപോലെ ഇന്ന് പകൽ ഈ കഷായത്തിൽ അരത്തോടെ നിങ്ങളുടെ അകത്ത് ചെല്ലണം. മിക്ക പേര് എത്ര പേരുണ്ട്? നമ്മളൊക്കെ പ്രസംഗത്തിൽ പറയും, അവരുടെ കാലിലെ ചെരുപ്പ് പഴകിയില്ല, അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, 200 മൈൽ ചുറ്റളവുള്ള 30 ലക്ഷം പേർ കിടക്കുന്ന പശ്ചാത്തലം മുഴുവൻ സർവശക്തൻ AC ആക്കി കൊടുത്തു. യാഥാർത്ഥ്യമാണ്, വിശ്വസിക്കാം. പക്ഷെ ഒരു വസ്തുത ഞാൻ ചോദിക്കട്ടെ, 29,998 ശവമടക്ക് നടന്നു. സ്തോത്രം വന്നില്ല. സ്തോത്രം. 29,998 1998 ശവമടക്ക് നടന്നെങ്കിൽ ഒരു മാസം എത്ര ശവമടക്ക് നടന്നു? 40 കൊല്ലം കൊണ്ട് ഒരാഴ്ച എത്ര നടന്നു? ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഉച്ചയൊഴിച്ച കൈ തന്നെ ഉദകക്രിയ ചെയ്തു. എന്താ ഈ ഉച്ചയൊഴിച്ച കൈ ഉദകക്രിയ ചെയ്തു എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ അർത്ഥമെന്നറിയാമോ?
എണ്ണ വെച്ച് വളർത്തിയ അപ്പൻ കൊന്നു എന്നാണ് പറയുന്നതിന് അർത്ഥം. വിളിച്ചിറക്കിയ ദൈവം തന്നെ മരുഭൂമിക്ക് വളമാക്കി. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, ഈ വസ്തുത അങ്ങോട്ട് അവതരിപ്പിക്കുമ്പോ പൗലോസേ എന്താ ഇത്ര ഭയത്തോടെ ഈ വിഷയം വിശദീകരിക്കുന്നത്? എന്തോ പറയാനാ വരുന്നേ? പറയുകയാണ്, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നവരോ? നാം അവനേക്കാൾ ബലവാന്മാരോ? സ്തോത്രം. എന്താ ഇത്ര ഭയപ്പെടുത്തുന്നേ? കർത്താവിന്റെ മേശയെക്കുറിച്ച് പറയാൻ വരിക. ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താ ഈ മേശയുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി? ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ രണ്ട് വിധ ശക്തികൾ വ്യാപരിക്കുന്നു. ഒന്ന്, ബേക്കറിയിൽ ഉണ്ടാക്കിയ മുന്തിരിച്ചാറും ബ്രെഡുമാണ് ഈ മേശയിലെ അപ്പവീഞ്ഞുകളുടെ ഉപവിഭാഗമെങ്കിലും ഇത് വിശുദ്ധിയോടെ കൈനീട്ടുന്ന ഒരു ദൈവപൈതലിന് അനുഗ്രഹത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. എന്നാൽ അയോഗ്യമായി കൈനീട്ടുന്ന ഒരു വ്യക്തിയുടെ മേൽ ബലഹീനതയുടെ ശക്തി വ്യാപരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആരാധനയ്ക്കകത്ത് രണ്ടുവിധ ശക്തികൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് നൽകിയ നിയോഗം ഞാൻ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നു. ഒരു ശക്തി അനുഗ്രഹത്തിന്റെ ശക്തി, മറ്റൊന്ന് ശിക്ഷാവിധിയുടെ ശക്തി. ഇന്ന് പകൽ ഓർക്കുക, ശിക്ഷാവിധിയുടെ ശക്തിയുടെ പുറകിൽ എന്തൊക്കെ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്, അനുഗ്രഹത്തിന്റെ ശക്തിയുടെ പുറകിൽ എന്തൊക്കെ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്. അനുഗ്രഹത്തിന്റെ ശക്തിയുടെ പുറകിൽ വ്യാപരിക്കുന്നതിനേക്കാൾ നമ്മൾ ഇന്ന് പകൽ ഭയത്തോടെ കേൾക്കണം. എന്താ ശിക്ഷാവിധിയുടെ ശക്തിയുടെ പുറകിൽ വ്യാപരിക്കുന്നത്? ഞാൻ പറയട്ടെ, പഴയ നിയമത്തിൽ ദൃശ്യ വസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൃശ്യ വസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? അത് നറുംപശയും ഗുൽഗുലുവും ഹൽബാനപ്പശയും നിർമ്മല സാമ്പ്രാണിയും ചേർത്ത യഹൂദന്റെ ആ സുഗന്ധവർഗം അന്യന് കൈമാറ്റം ചെയ്താൽ അവനെ തന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് കൊന്നുകളയണം എന്നല്ലേ പ്രമാണം? സ്തോത്രം. വഴുത്തൊലിയും അതേ ഒലിവെണ്ണയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ആ പ്രത്യേക തൈലം മറ്റൊരു ദേഹത്തൊഴിച്ചാൽ കൊന്നുകളയണം എന്നല്ലേ പ്രമാണം? അങ്ങനെയാണെങ്കിൽ അതേ തൈലം നിറച്ച തൈലക്കൊമ്പിലെ അഭിഷേകത്തിന്റെ തുള്ളികൾ ദൈവത്തിന്റെ ദാസൻ ശമൂവേൽ പ്രവാചകന്റെ തൈലക്കൊമ്പിൽ നിന്ന് ദാവീദിന്റെ ശിരസിൽ വ്യാപരിച്ചപ്പോൾ ദൈവശക്തി വ്യാപരിച്ചില്ലേ? ഒരേ ദൈവശക്തി അങ്ങാടി മരുന്നുകൾ കാച്ചിക്കുറുക്കി ഉണ്ടാക്കിയതാണെങ്കിലും അയോഗ്യമായി കൈകാര്യം ചെയ്താൽ മരണം വിളിച്ചു വരുത്തുമ്പോൾ യോഗ്യമായി കൈകാര്യം ചെയ്താൽ അതിനകത്ത് അനുഗ്രഹം വ്യാപരിക്കുന്നെങ്കിൽ ബേക്കറിയിൽ ഉണ്ടാക്കിയ ബ്രെഡും മുന്തിരിച്ചാറുമാണെങ്കിലും ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ ഞായറാഴ്ച പകലിൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനത് കരങ്ങളിലെടുത്ത് യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധിയോടെ ഒരു ദൈവപൈതൽ അതിൽ കരം നീട്ടാൻ തയ്യാറായാൽ നിന്റെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം ദൈവിക അനുഗ്രഹങ്ങൾ വ്യാപരിക്കത്തക്ക വിധം ഈ വിശുദ്ധ മേശയുടെ പുറകിൽ അനുഗ്രഹത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തികൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനങ്ങളെ തകർത്ത് അടുത്ത ദിവസങ്ങളിൽ കുതിച്ചുയരാനുള്ള കരുത്ത് നിന്റെ മേൽ പകരാൻ ദൈവശക്തി ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്നു. അപ്പോൾ തന്നെ ദൈവമക്കൾ ഭയത്തോടെ കേൾക്കണം. ഇതിനകത്ത് ആത്മപരിശോധന കൂടാതെ കരം നീട്ടിയാൽ ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങളുടെ ശക്തി മറുവശത്ത് വ്യാപരിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുക? അനുഗ്രഹം നഷ്ടമാക്കുന്ന ഒരു ശക്തി, ശരീരത്തിൽ രോഗം വിളിച്ചു വരുത്തുന്ന ഒരു ശക്തി, ശരീരത്തിന്റെ അവയവങ്ങളെ ബലഹീനമാക്കുന്ന ഒരു ശക്തി, ഒരർത്ഥത്തിൽ മരണം വരെ, ലിറ്ററലായിട്ടുള്ള മരണം വരെ വരുത്തുന്ന ഒരു ശക്തി, ആരോപണങ്ങളാൽ ബലഹീനമാക്കുന്ന ഒരു ശക്തി, സാമ്പത്തിക തകർച്ചയെ വ്യാപരിപ്പിക്കുന്ന ഒരു ശക്തി. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ തിരിച്ചറിയണം. ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം: എന്റെ കുടുംബത്തിലേക്ക്, എന്റെ തലമുറയിലേക്ക് അനുഗ്രഹമേ പകരപ്പെടാവൂ, എന്റെ കുടുംബത്തിലേക്ക് ശിക്ഷാവിധി പകരപ്പെടരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ.
ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എൻ്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹമേ വ്യാപരിക്കാവൂ. എൻ്റെ കുടുംബത്തിലേക്ക് ശിക്ഷാവിധി വ്യാപരിക്കരുത്. ഈ ഗ്രൗണ്ടിന് മീതെ ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിൽക്കുന്ന ആരാധിക്കുന്ന ചില വ്യക്തികളെ തട്ടി ഉണർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ആത്മാവ് ചില പ്രിയപ്പെട്ടവരോ പറയുന്നു, നിന്റെ ശരീരത്തിനകത്ത് ആധിപത്യം പുലർത്തുന്ന ചില ബലഹീനതകൾ പ്രബലമായിട്ട് സമയമാകുന്നതിന് മുൻപ് നിന്റെ വാഗ്ദത്ത നിവർത്തി പൂർത്തിയാകാൻ നിന്നെ അനുവദിക്കാതെ നിന്നെ സെമിട്രിയിൽ എത്തിക്കത്തക്ക വിധം വ്യാപരിക്കുന്ന ചില ബലഹീനതകളുടെ അടിത്തറകളെ തകർക്കേണ്ടതിന് ഇന്ന് പകൽ സമയത്തെ കണ്ണുനീരിന് മുൻപിൽ എന്റെ ദൈവം ഇറങ്ങി ഇടപെടാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കാൻ ഇരട്ടിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. എന്നാൽ നിന്റെ വാഗ്ദത്തത്തിന് കാലതാമസം വരുത്താൻ അവറ്റകൾക്ക് കഴിയും. അതുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന് ആത്മാവ് പ്രവചന നിയോഗമായി പങ്കുവയ്ക്കുന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് നീ ആശീർവാദം പറഞ്ഞ് വീട്ടിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുൻപ് എന്റെ ദൈവമേ, ശിക്ഷാവിധിയുടെ കരം എന്റെ മേൽ പ്രബലമാകരുത്, അനുഗ്രഹത്തിന്റെ കരമേ എന്റെ മേൽ ഉയരാവേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില വ്യക്തികളെ നോട്ടം വെച്ച്, ചില ദൈവവൃത്യന്മാരെ നോട്ടം വെച്ച്, ചില അഭിഷിക്തന്മാരെ നോട്ടം വെച്ച്, ചില ആരാധിക്കുന്ന ദൈവമക്കളെ നോട്ടം വെച്ച് നിന്റെ ശരീരത്തിന്റെ ബലഹീനതകളെ പ്രബലമാക്കി അതിനെ ആരോഗ്യത്തിലെ അനാരോഗ്യത്തിലേക്ക് നയിച്ച് ദൈവത്തിന് സ്തോത്രം. നിന്റെ കുടുംബത്തിൽ വെളിപ്പെടേണ്ട അനുഗ്രഹത്തെ തട്ടി തകർത്ത് നിന്റെ ശരീരത്തിൽ അസാധാരണ ബലഹീനതകൾ വരുത്തി എന്റെ ദൈവത്തിന്റെ കലണ്ടറിന്റെ ടൈം എത്തുന്നതിന് മുൻപ് നിന്നെ കിടക്കയിൽ എത്തിച്ച് നിന്റെ ശരീരത്തിന് അവയവങ്ങളെ ശോഷിപ്പിച്ച് തകർത്ത് രക്തത്താൽ ജയം. ദൈവത്തിന്റെ വാഗ്ദത്തം പൂവണിയാതെ നിന്നെ സെമിറ്ററിയിൽ എത്തിച്ച് നിന്റെ ആരോഗ്യത്തെ തകർക്കുക മാത്രമല്ല, നിന്റെ അഭിമാനത്തെ തകർത്ത് നിന്റെ ശക്തി ക്ഷയിപ്പിച്ച് നിന്റെ നന്മയുടെ ഉറവുകളെ തകർത്ത് കളയേണ്ടതിന് വാദിക്കുന്ന ചില വ്യാപാര ശക്തികൾ, അത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. വിശുദ്ധി കൂടാതെ കർത്തൃമേശയിൽ കൈനീട്ടിയാൽ അതിന്റെ പ്രത്യാഘാതം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിച്ചുയരണം. എന്റെ ദൈവമേ, അനുഗ്രഹത്തിന്റെ ശക്തിയല്ലാതെ ശിക്ഷാവിധിയുടെ ശക്തി എന്റെ മേൽ വ്യാപരിക്കരുത്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ശബ്ദം ഉയർത്തിയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ശബ്ദം ഉയർത്തിയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ആത്മമണ്ഡലത്തിൽ കാണുകയാണ് ദൈവ തേജസ്സിന്റെ മേഘം ഇതിനകത്ത് നിഴൽ മൂടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ചില വ്യക്തികളെ ഇന്ന് പകൽ ആത്മാവിൽ ആദ്യത്തെ തകർന്ന മേഖലയിൽ നിന്ന് പണത് ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ദൈവമേ, ഒരിക്കൽ പോലും എന്റെ ശരീരത്തിന്മേൽ ഈ ശുശ്രൂഷയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും അനുഗ്രഹങ്ങൾക്ക് പകരം ശിക്ഷാവിധി ഉയരരുത്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഒരു ദൈവ പൈതൽ ആരാധനയിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? അത് ഈ കർത്തൃമേശ എന്ന ഒരു വസ്തുവിന് മാത്രമല്ല. കർത്തൃമേശയിൽ അപ്പവീഞ്ഞുകളെ ഞാൻ ചിത്രീകരിക്കുമ്പോൾ അത് പ്രതീകമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്തൃമേശയിൽ അയോഗ്യമായി പങ്കെടുത്താൽ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പൗലോസ് ഓർപ്പിക്കുമ്പോൾ, ഈ കർത്തൃമേശയിൽ അസാധാരണമായ ശക്തി ഈ അപ്പവീഞ്ഞുകളിൽ വ്യാപരിക്കുന്നത് കൊണ്ടല്ല. ഇത് പ്രതിനിധീകരിക്കുന്ന വിഷയത്തോടുള്ള നിങ്ങളുടെ അനാദരവിന്റെ ശിക്ഷയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ അടുത്ത തുണിക്കടയിൽ ചെന്ന് അല്പം വെള്ള തുണിയും ഇച്ചിരി കാവിത്തുണിയും ഇച്ചിരി പച്ചത്തുണിയും കൂടെ വാങ്ങിച്ച് ഇന്ത്യൻ ഭാരത പതാകയുടെ മോഡലിൽ അത് തുണി അടിച്ചു ചേർത്ത് നടുവിൽ അശോക ചക്രത്തിന്റെ ആരക്കാലൂടെ വരച്ചുകൂട്ടി അടുത്ത പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ ചവിട്ടി കീറി കാണിക്കാമോ? സംഭവിക്കുന്നത് എന്തായിരിക്കും? കഞ്ഞുകൂടി കമ്പിയഴിക്കകത്താകും. എന്നാ കാര്യം? പോലീസുകാരൻ അറസ്റ്റ് ചെയ്യുമ്പോൾ പറയടാ, എന്റെ കാശ് മുടക്കി വാങ്ങിച്ച തുണി, ഞാൻ വരച്ചു ചേർത്ത ആരക്കാല്, ചോദിക്കാൻ നീ ആരാടാ എന്ന് ചോദിച്ചാൽ നിന്റെ കാശ് മുടക്കി വാങ്ങിച്ച തുണിയായിരിക്കും. പക്ഷേ ഇത് ഇന്ത്യയുടെ അഭിമാനമായ പതാകയാണ്. ഇത് ചവിട്ടി കീറുമ്പോൾ നീ അനാദരവ് കാണിക്കുന്നത് ഈ രാജ്യത്തോടാണ്.
അപ്പവീഞ്ഞുകൾ കരങ്ങളിലെടുത്ത് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കരങ്ങളിലേക്ക് വരുമ്പോൾ വിശുദ്ധി കൂടാതെ ഇതിൽ കരം നീട്ടിയാൽ നിന്റെ ബേക്കറിയിലെ ബ്രെഡിന്റെ ശക്തിയല്ല, തന്റെ പുത്രന്റെ കാൽവറി ബലിമരണത്തോട് നീ കാട്ടുന്ന അനാദരവായതുകൊണ്ട് അതിന്റെ ബലഹീനത ശരീരം ഏറ്റുവാങ്ങത്തക്ക വിധം ഇതിന്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കണം: എന്റെ ദൈവമേ, എന്റെ ശരീരത്തിന്മേൽ ഇതൊരു ബലഹീനതയായി വ്യാപരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിൽ അല്ലാത്തത് കൊണ്ട് ഭാഷ ഒരല്പം കടുപ്പമാണെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ പറയുന്നത് നിങ്ങളുടെ മനസ്സിലാകണമെന്നാണ് ആഗ്രഹം. ദൈവത്തിന്റെ കാലഗണന നമ്മുടെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ലാത്തത് കൊണ്ട് കാര്യം ഗ്രഹിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ ഈ പ്രോസസ്സിംഗ് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ദൈവത്തിന്റെ കാലഗണന? ദൈവത്തിന് എത്ര വയസ്സുണ്ട്? ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാര് കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തെയും തന്നെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്ന എന്റെ ദൈവത്തിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. നാം സേവിക്കുന്ന ദൈവം നിത്യനാണ്. നമ്മുടെ കാലഗണനയോ ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്തെങ്ങും ഇവിടെ നിന്നും പോകുകയെന്നുള്ള മട്ടില്ല. പക്ഷെ നമ്മുടെ കാലഗണന, സ്തോത്രം, ഉറക്കക്കട്ടിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ഈ കൊച്ചു ജീവിതം പിള്ളത്തൊട്ടിൽ തുടങ്ങിയതാണ്. പിള്ളത്തൊട്ടിൽ മുതൽ ശവപ്പെട്ടി വരെ 70 അല്ലെങ്കിൽ 80 ഇവിടുന്ന് യാത്രയാകണം. നാം ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല. നമ്മളൊക്കെ 80-70 വർഷം കൊണ്ട് ഇവിടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ മാത്രമാണ്. ശ്രദ്ധിക്കണേ, ഈ 70-80 കൊല്ലം കൊണ്ട് യാത്ര ചെയ്യേണ്ട യാത്രക്കാരായ നമ്മുടെ ഈ കണഞ്ഞാങ്കുടുക്ക പോലുള്ള തല കൊണ്ട് ചിന്തിക്കുമ്പോൾ ബലഹീനത, രോഗം, മരണം ഇത് സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിലും നിങ്ങളൊരു വസ്തുത ഓർക്കുക. ഇവിടെ കൃപായുഗത്തിൽ സഭയ്ക്കകത്ത് ഇങ്ങനൊരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. എന്ത്? അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്ത് ദൈവത്തിന്റെ വിധി സഭയുടെ മേൽ നടക്കുന്നു. സ്തോത്രം, സ്തോത്രം കുറവാന്ന് എനിക്കറിയാം. സ്തോത്രം, വർത്തമാനകാലത്ത് ദൈവത്തിന്റെ കാര്യപരിപാടി നടക്കുമോ? ഞാൻ ചോദിക്കുന്നു, ഏത് മേഖലയിൽ നടന്നിട്ടുണ്ട്? നിങ്ങൾ ഇന്ന് പകൽ ഒന്ന് ചെവി തുറന്ന് കേൾക്കണേ. ദൈവത്തിന് സ്തോത്രം. സ്വന്തം സഹോദരന്റെ വസ്ത്രം ധരിച്ച് അപ്പന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം തട്ടിയെടുക്കുമ്പോ യാക്കോബ് വിചാരിച്ചില്ല ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന്. പക്ഷെ 25 കൊല്ലം കഴിഞ്ഞ് പിള്ളേരെല്ലാം കൂടെ വനത്തിൽ നിന്ന് കയറി വന്നപ്പം ഒരു പൊതിക്കെട്ടുമായിട്ടാ വന്നേ. പപ്പ, ഇത് ആരുടേതാന്ന് നോക്കി. സ്തോത്രം, തുറന്നു നോക്കിയിട്ട് ആ അപ്പൻ ഇടനെഞ്ച് പൊട്ടി അങ്ങ് കരഞ്ഞു. സ്തോത്രം, എന്താ കരയുന്നേ? അയ്യോ, എന്റെ വാർദ്ധക്യത്തിലെ വാത്സല്യ പുത്രനെ മൃഗം കടിച്ചു കീറിയല്ലോ. സ്തോത്രം, സത്യത്തിൽ പറയുന്നത് ഈ കരച്ചിൽ കബളിപ്പിക്കലിന്റെ കരച്ചിലില്ലേ? വസ്ത്രം കാട്ടി നീ നിന്റെ അപ്പനെ വർഷങ്ങൾക്ക് പുറകിൽ കളിപ്പിച്ചിട്ട് രക്ഷപ്പെട്ട ആൾമാറാട്ടം നടത്തി നടക്കുന്ന നിനക്കൊരു കണക്ക് തീരാനുണ്ട്. നീ ഭക്തത്രയങ്ങളിൽ പ്രധാനിയാണെങ്കിലും നിന്റെ കണ്ണടയും മുൻപ് നീ കളിപ്പിച്ചത് നിനക്ക് തിരിച്ച് കളിപ്പീരായി കിട്ടത്തക്ക വിധം ഒരു തിരിച്ചടി ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഓർക്കണം, കർത്താവേ, എന്റെ പ്രവൃത്തി എന്റെ ജീവിതം കൊണ്ട് തിരിച്ചടി കൊയ്യാതിരിക്കത്തക്ക വിധം എന്നെ സൂക്ഷിക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? നിങ്ങൾ ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക, ഈ ശരീരം കൊണ്ട് തിരിച്ചടി കൊയ്യരുത് എന്നും കൂടെ ചോദിക്കട്ടെ. അപ്പ് പിതാവ്, ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. പക്ഷേ ഈ ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടേ പിന്നെ ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സ്തോത്രം, പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അപ്പന് നേരെ ഗൂഢാലോചന ചെയ്ത്
കുതിരപ്പുറത്ത് കയറി പാഞ്ഞു നീങ്ങുമ്പോൾ അഭിമാനമായ അവന്റെ തലമുടി അവന്റെ തൂക്കുകയറായി മാറി. യാത്ര ചെയ്യുന്ന അവന്റെ കോവർ കഴുത അവന്റെ ആരാച്ചാരായി മാറി. അവന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കരിവേലകം അവന്റെ കഴുകുമരമായി മാറി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, എല്ലാ നന്മകളും നിമിഷ നേരം കൊണ്ട് തിരിച്ചു കറക്കാൻ കഴിവുള്ള ഒരു ജഡ്ജി ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇങ്ങനെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ അനുഗ്രഹം എനിക്ക് തിന്മയായി മാറാതിരിക്കത്തക്ക വിധം പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ശക്തി ദൈവശക്തിയായി ഇവിടെ വ്യാപരിക്കട്ടെ. കർത്താവേ, എന്റെ അനുഗ്രഹം എനിക്ക് ശിക്ഷയായി മാറാതിരിക്കത്തക്ക വിധം എന്റെ ജീവിതത്തെ സൂക്ഷിക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, കൊട്ടാരത്തിനകത്തെ കൂകുന്ന, കൊരയ്ക്കുന്ന, ചലയ്ക്കുന്ന, വായിലൂടെയും മൂക്കിലൂടെയും ഈളയും തുപ്പലും ഒലിപ്പിച്ച് കൊണ്ട് ഭ്രാന്ത് കളിക്കുന്ന ഒരു ഭ്രാന്തന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദാസൻ ദാവീദ് കിന്നരം വായിക്കാൻ കയറി ചെന്ന രംഗം നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം, ഭ്രാന്താണെങ്കിലും പുള്ളിക്ക് ചില സമയത്ത് വെളിവുണ്ടാകും. മുന്നിൽ നിൽക്കുന്നവൻ അധികാരം കൈയാളുമെന്ന് കണ്ടുടനെ മുൻപിലിരിക്കുന്ന കുന്തമെടുത്ത് ഈ അഭിഷിക്തന്റെ ചങ്കിന് നേരെ ചാണ്ടാൻ അയാൾ തയ്യാറായി. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ അറപ്പടിയിൽ കയറ്റി നിന്നെ ഞാൻ തറയ്ക്കും എന്നതായിരുന്നു പദ്ധതി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, എന്റെ ദൈവത്തിന്റെ വിധിയുടെ സമയം 40 കൊല്ലം കഴിഞ്ഞ് ഇവന്റെ ഡെഡ് ബോഡിയുടെ ശരീരത്തിന്മേൽ നടന്ന രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ശവമടക്ക് കഴിയുന്നതിന് മുമ്പ് ശിരസില്ലാതെ കിടക്കുന്ന ഡെഡ് ബോഡിയുടെ അടുക്കലേക്ക് ബേത്ശേമ്യർ നടന്നു വന്ന് അവർ ഈ ബോഡിയെ പൊക്കിയെടുത്തുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്ത ശൗലിന്റെ ബോഡി ഒരു ഭിത്തിയിൽ തൂക്കി ക്ഷേത്രത്തിന്റെ ചുവരിൽ തൂക്കി നിർത്തുമ്പോൾ എന്തിനാ തലവെട്ടിയ ബോഡിയിൽ ഈ പാതകം ചെയ്തത്? കണക്ക് തീരുക. വർഷങ്ങൾക്ക് പുറകിൽ ഒരു അഭിഷിക്തന്റെ ചങ്കിൽ ചാട്ടുളി കയറ്റാൻ നീ ശ്രമിച്ച ശ്രമം ദുരാത്മബാധയിലായിരുന്നെങ്കിലും നിന്റെ മരണം കഴിഞ്ഞും ഈ ഭൂമിയിൽ നിന്റെ ബോഡി അടക്കുന്നതിന് മുൻപ് നിന്റെ ചങ്കിൽ കയറേണ്ട ഒരു പദ്ധതി ദൈവത്തിന്റെ കാര്യപരിപാടി ഒരുക്കി വെച്ചിരിക്കുകയാ. വചനം കേൾക്കുന്ന ദൈവമക്കൾ ഭയത്തോടെ കേൾക്കണം. ഇന്ന് പകലിരിക്കുന്ന കുട്ടിക്കളി നടത്തുന്ന സ്ഥലമല്ല ഇത്, മഹാദൈവ സന്നിധിയാണ്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്കോ എന്റെ തലമുറയ്ക്കോ ശിക്ഷ ഏറ്റുവാങ്ങത്തക്ക വിധം ഒരു ദൈവപ്രവൃത്തി വിപരീതമായി ഉയരാതിരിപ്പാൻ എന്റെ കൈകളെ നിർമ്മലമായി സൂക്ഷിക്കാൻ നീ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ പകൽ ആരാധനയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 900 ഇരുമ്പ് രഥങ്ങൾ ആ കാലത്ത് സീസറെ ഉണ്ടാക്കിയത് ദൈവജനത്തെ തകർക്കാനല്ലേ? ഇരുമ്പ് പദ്ധതികളുടെ ആസൂത്രണം നടത്തിയ ഈ ഗൂഢബുദ്ധിയില്ലേ? സ്തോത്രം, തോൽവി സമ്മതിച്ച് ഓടിപ്പോകുന്ന സമയം ഒരു കൂടാരത്തിൽ കയറി വെള്ളം ചോദിച്ച് പാല് കുടിച്ച് അവർ കൂടാരത്തിന്റെ കുറ്റി ചെന്നിക്ക് തറച്ച് കയറുമ്പോ നിന്റെ മരണത്തിന് ഇരുമ്പ് കുറ്റി കാരണമാകാൻ കാര്യമെന്താ? കുഞ്ഞെ, നീ ചെയ്തത് ഇരുമ്പ് പണിയാണ്. തിരിച്ച് നീ മരിക്കും മുൻപ് നിന്റെ ചെന്നിക്ക് ഇരുമ്പ് കുറ്റി കയറത്തക്ക വിധം ഒരു കാര്യപരിപാടി പുറകിൽ തയ്യാറാകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ ആരാധനയ്ക്കകത്തിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്കെതിരെ ദൈവത്തിന്റെ കരം ഉയരാതിരിക്കത്തക്ക വിധം എന്റെ കരം നിർമ്മലമായി സൂക്ഷിക്കാൻ ഉള്ള ദൈവശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഉയരട്ടെ. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, അബീമേലെക്ക് യെരുബ്ബാലിന്റെ 70 മക്കളെ കൊന്ന രീതി എങ്ങനെയായിരുന്നു? ഒരു കല്ലിൽ വെച്ച് കൊല്ലുകയായിരുന്നു. ഒരുത്തൻ രക്ഷപ്പെട്ടു. നിങ്ങൾക്കറിയാം, കല്ലിൽ വെച്ച് വാളുകൊണ്ട് വെട്ടിക്കൊന്നു. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബീമേലെക്ക് ഒരു മതിൽക്കെട്ടിനോട് ചേർന്ന് യുദ്ധത്തിന് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു തിരികല്ലിൻ പിള്ളയെടുത്ത് അബീമേലെക്കിന്റെ തലയിലേക്ക് ഇട്ടു. അയാളുടെ തല തകർന്ന് ചോരയിൽ കുളിച്ച് നിലത്ത് വീഴുമ്പോൾ അയാൾ പറഞ്ഞ വാക്കറിയാമോ? ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നീ നിന്റെ വാളൂരി എന്നെ കൊല്ലുക. എന്തൊക്കെ ഉപകരണങ്ങളാണ് മരണകാരണമായത്? കല്ലും വാളും. പണ്ട് കുഞ്ഞിന്റെ കൊലപാതകങ്ങൾ കാരണമായത് എന്താ? കല്ലും വാളും. ഒരു കാര്യം ഓർക്കുക, ഇവൻ വിതച്ചത് ഇവന്റെ കഴുത്തിൽ തന്നെ തിരിച്ചു തിരിയത്തക്ക വിധം അദൃശ്യ ശക്തിയുടെ പ്രവൃത്തി ഇതിന്റെ പുറകിൽ വ്യാപരിക്കുകയാണ്.
എന്റെ മുൻപിൽ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ഒത്തിരി പേരൊന്നും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും എന്റെ ഹൃദയത്തോട് കർത്താവിന്റെ മേശയിൽ കൈനീട്ടിയ ദൈവമക്കളെ ചില വ്യക്തികളുടെ ശിരസിനുമേൽ കൈവച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലി ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും മുൻപ് കരയാൻ വിളിക്കുകയാണ്. എന്റെ ദൈവമേ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് നടുവിൽ മറ്റൊരുത്തന്റെ കണ്ണുനീരിന് എന്റെ പ്രവൃത്തി കാരണമാകാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകാൻ നിന്റെ മനസ്സിനെ അനുവദിക്കാതെ, നിന്റെ ആന്തരിക ജീവിതത്തിന്റെ പതനങ്ങളെ മുഴുവൻ ആത്മീയതയുടെ മുഖം മൂടിയിട്ട് ബന്ധിച്ച് നിന്റെ കവിൾത്തടങ്ങൾ നനയാൻ സമ്മതിക്കാതെ നിന്റെ ഹൃദയത്തെ കരിങ്കല്ല് പോലെയാക്കി വാദിക്കുന്ന ചില ബന്ധനങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ കർത്താവ് അഴിച്ചു മാറ്റിയിട്ട് ഇന്ന് പകൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് മുൻപിൽ നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന സാത്താന്യ പദ്ധതികളെ ദൈവാത്മാവ് തകർത്ത് ഒരു പുതുബലത്തോടെ വീട്ടിലേക്ക് മടക്കിവിടാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. ഇല്ല, എന്റെ പ്രവൃത്തി, അയോഗ്യമായ പ്രവൃത്തി എനിക്ക് എന്റെ ജീവിതത്തിൽ തിരിച്ചടിയാകരുത്. ഞാൻ ചോദിക്കുന്നു, ശിംശോന്റെ ഏത്, ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാം, ശിംശോന്റെ ഏത് അവയവത്തിലാണ് പാപം തുടങ്ങിയത്? സ്തോത്രം. ദലീലയുടെ അടുക്കലെത്തുമ്പോൾ മോഹിക്കത്തക്ക വിധം അവന്റെ കണ്ണിലാണ് ആസക്തി ഉയർന്നത്. ഓർക്കുക, അവന്റെ കണ്ണായിരുന്നു സകല പാപത്തിന്റെയും മൂലകേന്ദ്രം. എന്നാൽ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർ തകർത്തത് അവന്റെ കൈയല്ല, അവന്റെ കാലല്ല, അവന്റെ കണ്ണ് ചുഴന്നെടുത്തു. ഒടുവിൽ തന്റെ കാഴ്ചയുടെ അന്ധതാവസ്ഥയിൽ ക്ഷേത്രത്തിൽ നിന്ന് പൊട്ടുകളിക്കുമ്പോ, എന്താ ശിംശോനെ കണ്ണിൽ പ്രതികാരം? നീ ചെയ്ത പാപത്തിന്റെ തുടക്കം കണ്ണിലാണ്. നിന്റെ ശരീരം അത് തിരിച്ചളക്കത്തക്ക വിധം ഒരു കരമുയരുകയാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ശക്തമായൊരു ദൂത് പറയുന്നു. നീ കരം നീട്ടിയെടുത്ത കർത്തൃമേശ നിന്റെ ശിക്ഷയ്ക്ക് ഹേതുവാകാതിരിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ കഴുകേണ്ടതിന് നിന്റെ രക്തത്തിന്റെ ശക്തി എനിക്ക് അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ഉയരട്ടെ. എല്ലാ ദൈവദാസന്മാരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം. മണിക്കൂറുകൾ ഇത് വിശദീകരിക്കാനുണ്ടെങ്കിലും എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്താൻ അത് നിർബന്ധിതമാകുകയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥന ഉയരണം. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു എന്ന് എഴുതിയതിന്റെ അർത്ഥം സഭായോഗത്തിനകത്ത് ചൂടിന്റെ അന്തരീക്ഷത്തിലിരുന്ന് ഉറക്കം തൂങ്ങി എന്നല്ല. സെമിറ്ററി സ്ലീപ്പ്, നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്നെഴുതിയ ആ മരണമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധി കൂടാതെ കർത്തൃമേശയിൽ കൈനീട്ടിയാൽ സമയത്തിന് മുൻപേ കല്ലറയിൽ എത്തിക്കത്തക്ക വിധം സഭയ്ക്കകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നെങ്കിൽ, വിശുദ്ധിയോടെ കരം നീട്ടിയാൽ നിന്റെ ശരീരത്തിൽ അസാധാരണ അനുഗ്രഹം വ്യാപരിക്കത്തക്ക വിധം ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. രക്തത്താൽ ജയം. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിച്ചാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിനക്ക് നിന്നെ അറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. രക്തത്താൽ ജയം. ഏറ്റവും പുറകിൽ ഇരുന്ന് ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ മുതൽ ഏറ്റവും മുൻപിലിരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവദാസന്മാർ വരെ നിങ്ങൾ ഇവിടെ ഇരുന്ന് കരമടിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എക്സ്റേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക്, സ്കാനിങ് റേസുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്തേക്ക് സർവശക്തന്റെ കത്തി ജ്വലിക്കുന്ന കണ്ണുകൾ കയറി ചെല്ലുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആരാധിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, എന്റെ അടുത്ത ദിവസങ്ങളിലെ ജീവിതം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു മാറ്റത്തിലേക്ക് എന്റെ കർത്താവിനെ പണിത് ഉയർത്തുന്ന പകലാണ് എന്ന് പകൽ കൊതിക്കുന്നെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇതിന് പുറത്തു നിന്ന്, ഈ ആരാധനയുടെ പുറത്തു നിന്ന് നിന്റെ ശരീരത്തിന്മേൽ അസാധാരണമായി വരുത്താൻ ഈ 6 വിധ അപകടങ്ങൾക്ക് വേണ്ടി സാത്താൻ കാത്തു നിൽക്കുമ്പോൾ എന്റെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കുക മാത്രമല്ല, അതിനെ ദൈവാത്മാവ് ഇന്ന് പകൽ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന പകൽക്കാലമാണ്. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. യുവാവേ, നിന്റെ മേൽ വ്യാപരിക്കേണ്ട അനുഗ്രഹം നീ നഷ്ടമാക്കരുത്. പിതാവേ, നിന്റെ മേൽ വ്യാപരിക്കേണ്ട അനുഗ്രഹം നീ നഷ്ടമാക്കരുത്. എന്റെ പെൺകുഞ്ഞെ, ആൺകുഞ്ഞെ, നിന്റെ മേൽ വ്യാപരിക്കേണ്ട അനുഗ്രഹം നീ നഷ്ടമാക്കരുത്. നിന്റെ
ശരീരത്തിൽ വിശുദ്ധ മേശയിൽ കൈനീട്ടിയിട്ട് നീ ശരീരത്തിന്റെ ബലഹീനത ഏറ്റുവാങ്ങരുത്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ചില അവയവങ്ങളുടെ ബലഹീനതകൾ നിന്റെ കൈ കൊണ്ട് നീ ഏറ്റുവാങ്ങരുത്. നിന്റെ വീട്ടിലേക്ക് ശവപ്പെട്ടി സമയത്തിന് മുൻപ് കയറി വരാൻ വിശുദ്ധ മേശ മുഖാന്തരമാകരുത്. നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ തകർത്ത് നിന്റെ അഭിമാനത്തെ ഉടച്ച് നിന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ ബന്ധനം നിന്റെ മേൽ പിടിമുറുക്കരുത്. നിന്റെ വരുമാനത്തിന്റെ വഴികളെ തകർത്ത് നിന്റെ സാമ്പത്തിക ദാരിദ്ര്യത്തിൽ നീ മൂക്കുകുത്തരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ ചില പ്രിയപ്പെട്ടവരുടെ മേൽ അസാധാരണ ദൈവകൃപ വ്യാപരിക്കട്ടെ. ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒരു നിമിഷം ദൈവസ്ഥനം എഴുന്നേറ്റേ. എല്ലാവരും ഒരു നിമിഷം ദൈവസ്ഥനം എഴുന്നേറ്റേ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. മറക്കണ്ട, എല്ലാ സഹോദരങ്ങളും രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ലജ്ജിക്കേണ്ട, ലജ്ജിക്കേണ്ട. ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഈ ആരാധനയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്ന നിയോഗം ഇതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നടക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ, അഭിഷിക്ത നിന്റെ കരം കൊണ്ട് മുറിക്കുന്ന വിശുദ്ധ മേശയുടെ പുറകിൽ നടക്കേണ്ട ചില അവസ്ഥകൾ, അതൊരു ബാലശിക്ഷയിൽ അവസാനിക്കാൻ ഇടയാകാതിരിക്കത്തക്ക വിധം ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്ന പകലാണെങ്കിൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഉയർത്തിയ കരങ്ങളോടെ പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവത്തിന് മഹത്വം. ഞാൻ നിങ്ങളോട് ഈ നിൽക്കുന്ന നിൽപ്പിൽ ഒരു കൊച്ചു സംഭവം ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ പരിശുദ്ധാത്മാ ആവർത്തിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ദൈവാത്മാ ഓർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആഹാബും, ദൈവത്തിന് സ്തോത്രം, അതേ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ അതേ യുദ്ധവും സംബന്ധിച്ച് തിരുവെഴുത്തുകൾ ചില വിശദീകരണങ്ങളുണ്ട്. യഹോശാഫാത്ത് നല്ല രാജാവായിരുന്നു. പക്ഷേ ആഹാബും യഹോശാഫാത്തും തമ്മിൽ അയോഗ്യമായൊരു കൂട്ടുകെട്ടുണ്ടായി. ഗിലെയാദിലെ രാമോത്തിലെ യുദ്ധത്തിന് പോകാൻ വേണ്ടിയായിരുന്നു കൂട്ടുകെട്ട്. അവസാനം പ്രവാചകന്മാരിൽ ഒരുവൻ മാത്രം എതിരെ പ്രവചിച്ചു. ബാക്കിയുള്ള 400 പ്രവാചകന്മാരും അനുകൂലം പ്രവചിച്ചു. അനുകൂലം പ്രവചിച്ചവരുടെ മുൻപിൽ വിശാല സ്ഥലത്തിരുന്ന് തുള്ളിച്ചാടിയ ഒരു വലിയ സദസ്സുണ്ടായിരുന്നു. എന്നാൽ എതിരെ പ്രവചിച്ചവന് കിട്ടിയത് കുണ്ടറയായിരുന്നു. എന്നാൽ യുദ്ധമേഖലയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ വേഷം മാറി പടയിൽ കടന്ന യഹോശാഫാത്തിനെ കണ്ടുകൊണ്ട് അക്രമികൾ അടുത്തപ്പോൾ അയാൾ നിലവിളിച്ചു. ഉടനെ തന്നെ ഒരുത്തൻ എതിർച്ചയാ ഒരു അമ്പെടുത്തിട്ട് ഒന്ന് കുലച്ചു. നേരെ പാഞ്ഞു ചെന്ന് അവന്റെ കവചത്തിനും പതകത്തിനും ഇടയ്ക്ക് വലിച്ചു കയറി. ആ കയറിയതുമായി ചെന്നിട്ട്, ദൈവത്തിന് സ്തോത്രം, ആ ഡെഡ് ബോഡി കഴുകിയപ്പോൾ ഏലിയാവിന്റെ പ്രവചനം നിറവേറി. ഇതിനു മുൻപ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ദാസൻ മീഖായാവ് പറഞ്ഞൊരു പ്രവചനമുണ്ട്. ആ പ്രവചനം ഇതാണ്: യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവന്റെ സൈന്യമൊക്കെയും ഇടത്തും വലത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. അങ്ങനാണെങ്കിൽ ഈ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മുകളിൽ ഒരു സിംഹാസനം ഇരിപ്പുണ്ട്. ആ സിംഹാസനത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും സർവശക്തന്റെ കണ്ണുകൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അയോഗ്യമായി അപ്പം തിന്ന് കരം നീട്ടുന്ന വ്യക്തിയുടെ ശരീരത്തിന്മേൽ ബലഹീനത ആരംഭിക്കുന്നതിന് മുൻപ് അവൻ സഭയ്ക്കകത്ത് അഭിഷിക്തന്മാരിലൂടെ ദൂത് പറയും. കുഞ്ഞെ, വരാൻ തുടങ്ങുന്നു അനർത്ഥം, നീ അനുതപിക്കണം. ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകരുത്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകരുത്. ആ ആക്സിഡന്റ് മരണകാരണമാകരുത്. ആ സാമ്പത്തിക ഇടപാട് തകർച്ചയാകരുത്. അനുതപിക്കണമെന്ന് പറയുമ്പോൾ എന്റെ ദൈവത്തിന്റെ മുൻപിൽ അനുതപിക്കാൻ കഴിയാതെ, കേട്ടോ, ആ ഹൃദയത്തെ കടുപ്പിച്ചാൽ വീണ്ടും പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരിലൂടെ നിങ്ങളുടെ രോഗങ്ങളുടെ പുൽപ്പിറ്റിൽ ആലോചന പറയും. അതും കടുപ്പിച്ചാൽ ബലഹീനത തുടങ്ങും, രോഗത്തിലേക്ക് നീങ്ങും. ആ സമയത്ത് മരണം കടന്നു വരും, അനുഗ്രഹം നഷ്ടമാകും. ആ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ, അരുതപ്പ, അരുത്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഓ, രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്. കരയാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ കരയണം. തകരാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ തകരണം. എന്നെ ശുശ്രൂഷിക്കുന്ന, ഞാനൊരു പാസ്റ്ററായോണ്ട് പറയല്ല, എന്നെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ കണ്ണുകൾ എന്റെ പ്രവൃത്തി മുഖാന്തരം നനഞ്ഞിട്ടുണ്ടോ? ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ കണ്ണുകൾ
എന്റെ വിശ്വാസ സമൂഹത്തിന്റെ മനസ്സ് ഞാൻ മുഖാന്തരം കരഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കത്തക്ക വിധം എന്റെ കൂട്ടു സഹോദരന്റെ ചങ്ക് മുറിഞ്ഞിട്ടുണ്ടോ? എന്റെ ശരീരത്തിന്മേൽ ബലഹീനത വരരുത്. ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് എനിക്കതിൽ ക്രമീകരണം പ്രാപിക്കണം. ആ രണ്ട് കൈകളും നെഞ്ചത്തൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ഒരുപക്ഷേ ഇതുപോലൊരു മീറ്റിംഗിൽ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കിട്ടുന്ന വർഷത്തിലൊരിക്കലായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ചില അനർത്ഥങ്ങൾ നിന്റെ മുൻപിൽ വഴിമാറി കുഞ്ഞേ. ആ ഹൃദയത്തിന്റെ അസ്വസ്ഥത നിന്റെ ജീവനെ പിടിച്ചപ്പോൾ ദൈവത്തിന്റെ കരുതലാണ് ആ അനർത്ഥത്തെ വഴിമാറ്റിയത്. ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാഞ്ഞത് എന്റെ ദൈവം നിന്റെ മേൽ പകർന്ന കൃപയാണ്. നിന്റെ യൂറിനറി പ്രശ്നങ്ങൾ വർദ്ധിച്ച് കിഡ്നിയെ ബാധിക്കാഞ്ഞത് എന്റെ ദൈവം അനർത്ഥത്തെ തട്ടിമാറ്റിയതാണ്. ആ അപകടം നിന്റെ നെഞ്ചിന് നേരെ വന്നപ്പോൾ നിന്റെ ജീവനെ ആ കാറിൽ നിന്ന് വലിച്ചെടുത്തത് എന്റെ ദൈവത്തിന്റെ കരുതലിന്റെ ഭാഗമാണ്. എന്നാൽ ഓർക്കുക, ഒരു മിനിറ്റ് മതി അനർത്ഥ ഹേതുവാകാൻ. ഈ ദൂതിന് മുൻപിൽ എനിക്കൊരിക്കൽ പോലും അത് ഹേതുവാകാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്ന ഒരു പുതിയ തീരുമാനം ഇന്ന് പകലെടുക്കുന്നു. എനിക്ക് അനുഗ്രഹം തകരരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവദാസ എന്നാഗ്രഹിക്കുന്നെങ്കിൽ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. വ്യക്തിപരമായി അങ്ങനൊരു തീരുമാനം കൈക്കൊള്ളത്തക്ക വിധം എന്റെ കൂട്ടു സഹോദരന്റെ മനസ്സ് ഞാൻ മുറിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്റെ മനസ്സ് ഞാൻ മുഖാന്തരം തകർന്നിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രവൃത്തി എന്റെ അമ്മാവിയമ്മയ്ക്ക് ചങ്ക് തകർച്ചയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ മരുമകൾ ഞാൻ മുഖാന്തരം നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഭക്ഷണം വായിലെത്തിക്കുന്നതിന് മുൻപ് ഞാനത് ക്രമീകരിച്ചിരിക്കും എന്ന് പറയത്തക്ക വിധം എത്ര പ്രിയപ്പെട്ടവർ കർത്തൃസന്നിധിയിൽ തയ്യാറെടുക്കും? ആ ഉയർത്തിയ കരങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ.